എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ഗ്രാൻഡ്മ ആളാണെങ്കിൽ ഒരു മത്സ്യകന്യകയെ പോലെ നമ്മുടെ ആൾക്കാരെ മുഴുവൻ കോരിയെടുത്ത് ഇപ്പോ പുറത്തേക്ക് നീന്തി വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി അവനാണെങ്കിൽ സ്പാങ്ഡം വില്ലൻ അവന് പോവാൻ റെഡിയാക്കി വെച്ചിരുന്ന കപ്പല് അതിലുണ്ടായിരുന്ന നേവി സോൾജിയേഴ്സിനെ അവരെ മുഴുവൻ ഇപ്പൊ തൂക്കിയെടുത്ത് കടലിലേക്ക് വലിച്ചെറിയും. അതിനുശേഷം ആ കപ്പൽ മുഴുവൻ ക്ലീനാക്കി നമ്മുടെ ആൾക്കാർക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് തയ്യാറാക്കി നിർത്തും. റോബിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവർ ദൂരേക്ക് നോക്കും. ലൂഫിയും ടീമും അവരവിടേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ. അപ്പോഴായിരിക്കും കടലിന് അടിത്തട്ടിൽ നിന്ന് എന്തോ ഒന്ന് മുകളിലേക്ക് വരുന്നത് അവർ കാണാം. പിന്നെ അവർ രണ്ടുപേരും ടെൻഷനായി ഇപ്പൊ താഴേക്ക് നോക്കി നിൽക്കും. അടുത്ത സെക്കൻഡ് നമ്മുടെ ഗ്രാൻഡ്മ ആള് കുതിച്ച് മുകളിലേക്ക് വരും. ഗ്രാൻഡ്മയെ കണ്ട് ഇപ്പൊ ഫ്രാങ്കിക്കും റോബിനും അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷാവും. ഇതാ ഇവിടെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ നിർത്താതെ ഐലാൻഡ് ലക്ഷ്യമാക്കി ഫയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചില ആ ഐലാൻഡില് നമ്മുടെ ആൾക്കാർ ആരും തന്നെ ഇല്ല. അവര് ലൂഫിയൻ ടീംസ് ഇപ്പോഴും അവിടെ തന്നെ കറങ്ങുന്നുണ്ടെന്ന് കരുതിയാണ് ആ സിറ്റി മുഴുവൻ തകർത്തു കൊണ്ടേയിരിക്കുക. ഇവിടെ കപ്പലിലാണെങ്കിൽ ഗ്രാൻഡ്മയും ഫ്രാങ്കിയും റോബിനൊക്കെ ചേർന്ന് വെള്ളം കുടിച്ച നമ്മുടെ ആൾക്കാരെ മുഴുവൻ കപ്പലിലേക്ക് വലിച്ചിട്ട് അവർക്ക് CPR ഒക്കെ കൊടുത്ത് നോർമൽ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവില് നമ്മുടെ ആൾക്കാര് ഇപ്പൊ സേഫായി കപ്പലിൽ ലാൻഡ് ചെയ്തു. പക്ഷെ എന്താ നമ്മുടെ കഥാനായകൻ ലൂഫി അവൻ ഇപ്പോഴും ലൂച്ചിയായിട്ട് നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഗ്രാൻഡ്മയാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് കുലുങ്ങി കുലുങ്ങി ചിരിക്കുകയാണ്. ഗ്രാൻഡ്മ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ സൗന്ദര്യം കണ്ട് അവർ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. ഇതിന്റെ ബോധക്കേടാണ് അവർക്കുള്ളത്, അത് കുറച്ചു കഴിയുമ്പോ ശരിയായിക്കോളും. ഉടനെ ഗ്രാൻഡ്മ ആളിപ്പോ നമ്മുടെ റോബിനെ കാണും. ഓ നീയാണല്ലേ സാക്ഷാൽ റോബിൻ, എന്നെ കാണാൻ സാധിച്ചതില് ഒത്തിരി സന്തോഷം. നിനക്ക് വേണ്ടി ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി എന്റെ അത്ഭുതം അത് വിട്ടുമാറിയിട്ടില്ല. നിങ്ങളുടെയൊക്കെ ശക്തിയും ധൈര്യമൊക്കെ സമ്മതിക്കണം. നിങ്ങളെ കണ്ടാ പറയില്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുള്ളവരാണെന്ന്. ശരിക്കും ഞാൻ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയെന്ന് പറഞ്ഞ് ഗ്രാൻഡ്മയാണെങ്കിൽ ലൂസായ പാൻ്റൊക്കെ ഇപ്പൊ മുകളിലേക്ക് വലിച്ചു കയറ്റും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് ദേഷ്യം വരും. ഫ്രാങ്കി വൻ കലിപ്പില് ഇപ്പൊ ഗ്രാൻഡ്മയോട് ഡ്രസ്സ് പ്രോപ്പറായിട്ട് ഇടാൻ പറയും. പക്ഷെ ഗ്രാൻഡ്മയാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. ഗ്രാൻഡ്മ വീണ്ടും പറയും നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ, ഞാൻ ആദ്യം കരുതിയത് അവൻ അരപ്പിരി ലൂസാണെന്നാണ്, പക്ഷെ ഇപ്പോഴാണ് അവന്റെ സ്കില്ല് ഞാൻ തിരിച്ചറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ്മയാണെങ്കിൽ അവനെ പുകഴ്ത്തി തള്ളും. അപ്പോഴായിരിക്കും ഓരോരുത്തരായിട്ട് കണ്ണൊക്കെ തുറന്ന് ഇപ്പൊ പതിയെ പതിയെ എഴുന്നേക്കാനായിട്ട് തുടങ്ങുക. ഉത്സവപ്പാണെങ്കിൽ ഇപ്പോഴും ഗ്രാൻഡ്മയുടെ ലുക്ക് കണ്ട് ഞെട്ടി വരച്ചിരിക്കുകയാണ്. അവൻ ആദ്യമായിട്ടാണ് ഒരു മത്സ്യകന്യകയെ ഇപ്പൊ ജീവനോടുകൂടെ കാണുന്നത്. സാഞ്ചിക്കാണെങ്കിൽ ഗ്രാൻഡ്മയുടെ ലുക്കൊക്കെ കണ്ട് പേടിയാവും. ഇത് കടിക്കുമെന്ന് ചോദിച്ച് അവൻ പുറകിലേക്ക് മാറി നിൽക്കും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ വിഷമം സഹിക്കാൻ കഴിയില്ല. അവൻ നിലത്തിരുന്ന് നല്ല ഫോഴ്സിൽ കൈ ആഞ്ഞ് നിലത്തടിക്കും. അവൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത മർമേഡുകളൊന്നും ഇങ്ങനെയല്ല. നല്ല വെളുത്ത് തുടുത്ത് ആപ്പിള് പോലെ നീണ്ട മുടിയും മെലിഞ്ഞ ശരീരവും നല്ല കണ്ണുകളൊക്കെയായി എന്നിട്ട് തികയാത്ത ഒരു യുവകന്യകയാണ് നമ്മുടെ ചെക്കൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു മത്സ്യകന്യക അത് ശരിക്കും ഭീകരമായി പോയി. അണ്ടാവ് പോലത്തെ വയറും തേങ്ങാപ്പൂള് പോലത്തെ ചിരിയും, അങ്ങനെ മൊത്തത്തില് ഒരു പേക്രാച്ചി ലുക്ക്. മൊത്തത്തിൽ നമ്മുടെ ഗ്രാൻഡ്മയെ സഞ്ചരിക്കുന്ന ഇറച്ചിക്കടയായിട്ടായിരിക്കും ഇപ്പൊ അവന് തോന്നുക. ഉടനെ ഗ്രാൻഡ്മ പറയും ഞാൻ ആക്ച്വലി ഒരു സ്പെഷ്യൽ സ്പീഷീസ് ആണ്. എന്റെ ഐലാൻഡിലേക്ക് വന്ന് എന്നെ കുറിച്ച് അന്വേഷിച്ച ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോൾ കാല് അത് നിലത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് കരയിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് ഞാനും ഇത്രയും വർഷക്കാലം കരയിൽ ജീവിച്ചത്. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഗ്രാൻഡ്മയാണ് തന്നെ രക്ഷിച്ചത്. സോ ഉറപ്പായാലും അവരോട് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞ് സാഞ്ചി താങ്ക്സ് പറഞ്ഞ് ഇപ്പൊ റോബിനെ നോക്കും. അവളെ കാണേണ്ട താമസം അത്രയും നാളും അടക്കി വെച്ചിരുന്ന അവന്റെ പ്രണയം അതങ്ങനെ ഒരു പാലരുവിയായി ഒഴുകുകയാണ്. അവൻ നല്ല ഫോഴ്സില് ഇപ്പൊ റോബിന്റെ അടുത്തേക്ക് എടുത്തു ചാടും. അത് കാണാതെ നമ്മുടെ നാമിയും ചോപ്പറും അവർ രണ്ടുപേരും റോബിനെ മാറ്റി നിർത്തി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇവിടെ പറന്നു വന്ന പാവം നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന തൂണിൽ പോയി ഇടിച്ച് ആ തൂണിലേക്ക് അങ്ങനെ കയറി പോവാണ്. ഇവിടെ കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഗ്രാൻഡ്മയെ കണ്ട് ഭയങ്കര സന്തോഷാവും. കാരണം ഇത്രയും നാളും ഗ്രാൻഡ്മ ഒരു മർമേഡാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. കട്ട് ചെയ്ത ചോപ്പർ അവനാണെങ്കിൽ ഒരുപാട് ടയർഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പതിയെ താഴേക്ക് വീണ് അവന്റെ ബോധം മറഞ്ഞു പോവും. ഉടനെ നാമിയും റോബിനും അവർ രണ്ടുപേരും ചോപ്പറിന്റെ അടുത്തേക്ക് ഓടി വരും. മറ്റൊരു ഭാഗത്ത് സോറോയും ഉസോപ്പും അവർ രണ്ടുപേരും ലൂഫി അന്വേഷിച്ച് ആ സ്റ്റെപ്പ് മുകളിലേക്ക് കയറും. അപ്പൊ അവർ കാണും ലോങ് ഷോട്ടില് ആ ഒരു ഐലാൻഡ് അത് മുഴുവനായി
കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും നേരവും നമ്മൾ ആ ഒരു ഐലാൻഡിലായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തതെന്ന്. ആക്ച്വലി ആ നേവി ഫോഴ്സ് അവർ ഈ ബ്രിഡ്ജ് തകർക്കാത്തതിന്റെ കാരണം നിക്കോ റോബിൻ അവളെ ജീവനോട് കൂടെ നേവി ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കണം എന്നതുകൊണ്ട് മാത്രമാണ്. ആക്ച്വലി ഈ ഒരു ഐലാൻഡ് അത് മുഴുവൻ കത്തി നശിപ്പിച്ച് അവസാനം റോബിനെ കണ്ടുപിടിച്ച് അവളുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാനാണ് ആ നേവി ടീമിന്റെ പ്ലാൻ. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓൾറെഡി ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് തളർന്നിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് ലൂഫി അവൻ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് പറഞ്ഞ് ഉസോപ്പ് അവൻ ആ ബിൽഡിങ്ങുകൾക്കിടയിലേക്ക് നോക്കി നിൽക്കും. ഫ്രാങ്കിയാണ് ആക്ച്വലി ഉസോപ്പിനെ ലാസ്റ്റ് കണ്ടത്. പിന്നീട് അതിനുശേഷം അവൻ എന്ത് സംഭവിച്ചുവെന്ന് ഫ്രാങ്കിക്ക് അറിയില്ല. ഉസോപ്പ് ഉടനെ ഇപ്പൊ സോറയോട് ചോദിക്കും, നമുക്കും ആ ബിൽഡിങ്ങിലേക്ക് പോയി ലൂഫിയെ ഫൈറ്റ് ചെയ്യാൻ സഹായിച്ചൂടെ? അതിന് സോറ പറയും, അവിടേക്ക് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് അത്ര പെട്ടെന്നൊന്നും തിരികെ വരാൻ കഴിയില്ല. കാരണം ആ ലൂച്ചി വില്ലന് അവര് ഭയങ്കര പവറാണ്. മാത്രമല്ല ഇപ്പൊ ഒരു കണക്കിനാണ് നമ്മൾ ടീംമേറ്റ്സ് എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരായി അവിടേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ടീം അത് പിരിഞ്ഞു പോവും. വീണ്ടും ഓരോരുത്തരെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് ഇവിടുന്ന് പോവുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ്. അതിനെല്ലാം ഉപരിയായിട്ട് നേവിയുടെ ബാറ്റിൽ ഷിപ്പ് അവരിവിടെ മുഴുവൻ കറങ്ങി നടപ്പുണ്ട്. അവരുടെ കണ്ണിൽ നമ്മൾ പെട്ടുപോയാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. സോ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും കാം ഡൗൺ ആയി ലൂഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൻ വന്നാലുടൻ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അത് കേട്ട് ഇപ്പൊ ബാക്കിയുള്ളവരും സോറയെ സപ്പോർട്ട് ചെയ്യും. സോറ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷം. കാരണം ലൂഫിയുടെ 3rd ഗിയർ അറ്റാക്കില് ഇപ്പൊ ആ വില്ലന്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്. ഉടനെ ആ വില്ലൻ പറയും, ആക്ച്വലി എനിക്ക് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇതൊരു ഫൈറ്റ് അല്ല, വെറും കുട്ടിക്കളിയാണ്. നിനക്ക് എന്റെ പവറിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എനിക്ക് 6 പവേഴ്സ് ഉണ്ട്. പോരാത്തതിന് ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറും. നീ തലകുത്തി മറിഞ്ഞാലും എന്റെ ലെവലില് നിന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നീ വെറും ഒരു കുട്ടിയാണ്. അത് കേട്ട് ലൂഫിക്ക് അവന് വീണ്ടും അവന്റെ ദേഷ്യം ഇരട്ടിയാവും. അവൻ ഓടി വന്ന് ഇപ്പൊ ലൂച്ചിയെ ആഞ്ഞിട്ടിക്കും. പക്ഷെ വില്ലനാണെങ്കിൽ ലൂഫിയുടെ പഞ്ച് തട്ടിമാറ്റി ടെമ്പസ്റ്റിക് അറ്റാക്ക് ഉപയോഗിച്ച് ലൂഫിയെ വീണ്ടും ഇടിക്കാൻ തയ്യാറെടുക്കും. അത് കണ്ട ലൂഫി അവൻ ദൂരത്തേക്ക് ചാടി അവിടുന്ന് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചി അവൻ ഫ്രാങ്കിയോട് ചോദിക്കും, നിന്റെ ടീം അവരിപ്പോ സേഫ് ആയിരിക്കോ? അതോ നേവി അറ്റാക്കിൽ പെട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അപ്പോഴായിരിക്കും ഫ്രാങ്കി അവരെ കുറിച്ച് ആലോചിക്കുക. ഫ്രാങ്കി കാഷ്വൽ ആയിട്ട് പറയും, ഏയ് ഒരിക്കലുമില്ല, അവർക്കും എന്നെ പോലെ ഭയങ്കര ബുദ്ധിയാണ്. സോ അവർ സേഫ് ആയിട്ട് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. ഫ്രാങ്കി അങ്ങനെ പുറത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുമെങ്കിലും അവന്റെ ഉള്ളിൽ നിറയെ അവരെ കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ അതങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ഫ്രാങ്കി ആൻഡ് ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ശ്വാസം പോലും പിടിച്ചു വെച്ച് ആ നേവി ഫോഴ്സിന് മുൻപിൽ അനങ്ങാൻ നിൽക്കുകയാണ്. ഉടനെ പൗലി അവൻ ലോങ് ഷോട്ടില് ഒരു സ്നെയിൽ കിടക്കുന്നത് കാണും. അത് കണ്ട് അവൻ ഓടി വന്ന് ആ സ്നെയിൽ എടുക്കും. അവൻ ആ സ്നെയിൽ എടുത്ത നിമിഷം 3 കപ്പലിൽ നിന്നും ഇപ്പൊ ബുള്ളറ്റ് ചേറി പാഞ്ഞു വരും. ബുള്ളറ്റ്സ് ഇടിച്ച പവറില് ഇപ്പൊ അവരെല്ലാവരും ഓരോ ഭാഗത്തേക്ക് തെറിച്ച് വീഴാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ലൂഫിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ അതേ സമയത്ത് അവരൊരു അനൗൺസ്മെന്റ് കേൾക്കും. ഇൻസ്ലാബിയിലെ നേവി സോൾജേഴ്സിനെ എല്ലാവരെയും സേഫായി കപ്പലിലേക്ക് കയറ്റി കഴിഞ്ഞു. ഒരു 60 പൈററ്റ്സ് ടീം അവർ ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ പിടികിട്ടും അവന്റെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഫ്രാങ്കി അടിച്ചു പറയും, എന്റെ ടീം ഭയങ്കര പവർഫുൾ ആണ്, ഉറപ്പായിട്ടും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അടുത്തൊരു അനൗൺസ്മെന്റ് വരിക. ആ 60 പൈററ്റ്സിനെയും ഞങ്ങള് ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് ഗേറ്റിൽ വെച്ച് തന്നെ കളഞ്ഞു. അത് കേട്ട് ഫ്രാങ്കി അവനങ്ങനെ ഫ്രീസായി നിൽക്കും. ഇനി അടുത്ത എയിം ടവർ ഓഫ് ലോയിൽ കണക്റ്റ് ആയി കിടക്കുന്ന ആ ഒരു ബ്രിഡ്ജ്, അതായത് നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന അതേ ബ്രിഡ്ജ്. ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാർ ആ മരിച്ചു പോയവരെ എല്ലാവരെ കുറിച്ചും ആലോചിക്കാൻ തുടങ്ങും. അവർ ആക്ച്വലി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്, അവരുമായിട്ട് ഫ്രണ്ട്സ് ആയത്, ഒരുമിച്ച് ഫൈറ്റ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരൊന്നുവിടാതെ ആലോചിക്കും. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും കാലിൽ പഞ്ച് ചെയ്ത് ഗിയറപ്പ് ചെയ്യാണ്. ലൂഫി അവന്റെ ദേഷ്യവും പവറും എല്ലാം കൂട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ചായി വില്ലനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.